ആന്റി 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 ആന്റിയുടെ മോൻ എവിടെ? അവൻ കോളേജിൽ ഭയങ്കര അടിയൊക്കെയാണ്, കാണുന്നവരൊക്കെ പിടിച്ചിട്ട് വെറുതെ അടിക്കുവാണ്. ആന്റി ഇതൊക്കെ വല്ല അറിയുന്നുണ്ടോ? ഇല്ല മോനെ, ഞാൻ പറഞ്ഞു വിലക്കാം. എന്താണ് പ്രശ്നം? ഇപ്പൊ എന്താ കോളേജിൽ എന്താണെന്നറിയോ, അവൻ കോളേജിൽ ഒരു വേറെ മൈൻഡ് വന്ന് സംസാരിച്ച് ഭയങ്കര അടിയാണ്, കാണുന്നവരൊക്കെ സാറന്മാരുടെ അടുത്ത് വരെ വെറുതെ ടോടക്ക്. നീ അവനായിട്ട് പെണം കണ്ടാട്ടാ. ഓ ശരി, പെണക്കൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. ശരി ആന്റി. ആന്റി സുഖനല്ലേ? ശരി ശരി. സുഖേട്ടാ, ഞാനും മോനും അങ്ങോട്ട് വരുവാ. എന്താടാ കാണിക്കണേ? എന്താ നീ ഇവിടെ പൊതു സ്ഥലത്തിരുന്ന് നിന്റെ വകയെ നിന്റെ വകയെ എന്റെ വകയല്ല. നീ പൊതു നിന്റെ വകയാണ് ഇത് നിന്റെ വകയാണ്. ഇത് നിന്റെ വകയാണ്. അല്ലല്ല, പിന്നെ നീ അവരുടെ പോയോളാം. ഇത് എന്റെ ഇഷ്ടം. ഇത് എന്റെ ഇഷ്ടം. പിന്നെ നിന്റെ വകയെ എന്താ നീ ഉണ്ടാക്കി കേട്ടോ. നീ പോടാ കൊച്ചെറുക്ക. വേണ്ട, ഇങ്ങോട്ട് കേറോടാ, ഇങ്ങോട്ടോടാ. ബിന്ദു എടിയേ, ബിന്ദു ബിന്ദു ഇറങ്ങി വേണ്ട ഇങ്ങോട്ട് വെളിയില്. ഇങ്ങനെയാണോ മോനെ വളർത്തി വെച്ചിരിക്കണത്? തന്നെ ഇത് നോക്ക്, എന്റെ മോനെ അടിച്ചത് കണ്ടല്ല. ഇങ്ങനെയാണോ അടിക്കാൻ വളർത്തി വെച്ചിരിക്കുന്ന മക്കളെ? ഞാനും പ്രസവിച്ച് വളർത്തിയ മക്കളാണ് കേട്ടല്ല. ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് പറയണം. അവൻ കഞ്ചാവാണോ തന്നെ? ഇങ്ങനെ ചെയ്യല്ലേ കേട്ടല്ല. പ്രസവിച്ച് വളർത്താൻ പഠിപ്പിക്കണം, ഇങ്ങനെയൊന്നും പഠിപ്പിക്കല്ലേ മക്കളെ കേട്ടാ. കണ്ടല്ല, എവിടെ മോനെ പിടിച്ചോണ്ടിട്ടോ. ഞാൻ ഇതേപോലെ തന്നു നോക്കട്ടെ വേദന വരുമെന്ന്. എനിക്ക് അറിയണം, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളാണ്. നല്ലതുപോലെ മക്കളെ പ്രസവിച്ച് വളർത്താൻ പഠിക്കണം കേട്ടല്ല. പ്രസവിച്ചാൽ മാത്രം പോരാ. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അവന്റെ അടുത്ത് കൂടെ ഒന്ന് ചോദിച്ചിട്ട് പോ. ഇങ്ങോട്ട് വേടാ, ഇവിടെ നില്ലടാ. ഇങ്ങനെ വളർത്താം, ഇങ്ങനെ ഇതേപോലെ വളർത്ത്. ഞാനും വളർത്തി വെച്ചിരിക്കുന്നു. കോളേജിലും ഇങ്ങനെയാണ് കാണിച്ചു വിട്ടേണ്ടത്. കഞ്ചാവ് അടിച്ചും കൊണ്ട് പിള്ളേര് ഇങ്ങനൊന്നും കാണിക്കല്ലേ. ഞാൻ നല്ലപോലെ അധ്വാനിച്ച് വളർത്തി വെച്ചിരിക്കുന്ന മോനാണ്. ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടല്ല. ചേച്ചി സമാധാനപ്പെടും. ഇനി ഞാന് എന്റെ മോന് ഒരു പ്രശ്നത്തിന് വരില്ല. എന്റെ അവസാനത്തെ വാക്കാണ്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെങ്കിൽ ഇനി ഞാൻ ഈ മോനെ കൊണ്ട് തന്നെ ഇവിടെ വരും. എനിക്ക് ഒരു മോനേ ഉള്ളൂ, പറഞ്ഞിട്ടല്ല. ഇനി ഇത് കാണിക്കില്ലെന്ന് മോന്റെ അടുത്ത് പറയണം. അല്ലെങ്കിൽ മോനെ വിളിച്ചു വിട്ടാൽ ഞാൻ ഒന്ന് കൊടുത്തിട്ട് പോവാം. അമ്മ തള്ള ഇവിടെ ഇരിക്കണ, നിങ്ങളെ നാക്കിറങ്ങി പോയാ? അച്ചടാ, എന്റെ മക്കള് വന്നാ അതൊക്കെ കഴിക്കാൻ എടുക്കട്ടെ. എനിക്കിപ്പോ ഒന്നും വേണ്ട. വേണ്ടേ? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് ഞാൻ രാവിലെ ചോദിച്ച പൈസ വേണോ? എന്റെ മക്കൾക്ക് ഇന്ന് അമ്മ പൈസ എടുത്തു വെച്ചിട്ടുണ്ട്, സ്വർണം എടുത്തു വെച്ചിട്ടുണ്ട്, അമ്മയുടെ ATM കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി മക്കളെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല കേട്ടോ. മക്കൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പരാതി പറഞ്ഞു. നീ അറിഞ്ഞോ? ഇല്ല, അറിഞ്ഞില്ലല്ലേ? എന്തിനാ പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. അമ്മ ഒരുപിടി ആഹാരം തരട്ടെ. അമ്മയ്ക്കൊരു ആഹാരം വാരി തരാൻ ഒരു ആഗ്രഹം മക്കൾക്ക് തരട്ടെ. അപ്പം ഇന്ന് മക്കൾക്ക് എല്ലാം അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നു മക്ക വന്നിരിക്കും. അമ്മ നിനക്ക് വേണ്ടി വീട്ടിലെ പ്രമാണമാണ് മക്കളെ. അമ്മയുടെ സ്വർണ്ണമാണ്, അമ്മയുടെ ATM ആണ്. എങ്ങനെ സന്തോഷാവാതിരിക്കൂ? നീ രാവിലെ ചോദിച്ചതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സന്തോഷമായോ? അമ്മ ഒരു ആഹാരം എടുത്തോണ്ട് വരട്ടെ? ഇന്ന് ഞാൻ ഒരു പൊളിക്ക്. ഇത്ര ഈ തള്ളയുടെ കയ്യിലുണ്ടായിരുന്ന ഇന്ന് ഞാൻ കൂട്ടുകാരന്മാരെ കൂടെ ഒന്ന് പൊളിക്കും. 5-6 പാവമുണ്ട്. ചോറുണ്ടല്ലോ. അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ട പച്ചടി വെച്ചിട്ടുണ്ട്, ചൂര മീൻകറിയുണ്ട്. ഇന്നെന്ത് പ്രത്യേക സ്നേഹം? വല്ലാത്തൊരു ചെവയൊക്കെ അറിയാവോ നിനക്ക്? ഇത് സ്നേഹത്തിന്റെ ചെവയാണ് കേട്ടോ. ഒരുമാതിരിയാണ്. മതിയെന്ന് മതി. അതുകൊണ്ട്